കൊന്നത്തടി പഞ്ചായത്തിന്റെയും വനംവകുപ്പിന്റെയും നേതൃത്വത്തിൽ പ്രദേശത്ത് നാളുകളായി നാശം വിതച്ച കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. മിഷൻ വൈൽഡ് പിഗിന്റെ ഭാഗമായി നടത്തിയ ഡ്രൈവിലാണ് കാട്ടുപന്നിയെ കൊന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി കൊന്നത്തടി പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായിരുന്നു. കഴിഞ്ഞ കുറച്ചുനാളുകളായി കൊന്നത്തടി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ്. കാട്ടുപന്നി ശല്യം പ്രതിരോധിക്കാൻ ശക്തമായ ഇടപെടൽ വേണമെന്ന ആവശ്യം പ്രദേശവാസികൾക്കിടയിൽ നിലനിൽക്കെയാണ് കൊന്നത്തടി പഞ്ചായത്തിന്റെയും വനംവകുപ്പിന്റെയും നേതൃത്വത്തിൽ മിഷൻ വൈൽഡ് പിഗിന്റെ ഭാഗമായി നടത്തിയ ഡ്രൈവിലൂടെ പ്രദേശത്ത് നാശം വരുത്തിയ കാട്ടുപന്നികളൊന്നിനെ വെടിവെച്ചു കൊന്നത്. ജനവാസ മേഖലയിലിറങ്ങി അതിക്രമം കാണിക്കുന്ന കാട്ടുപന്നികളെ അംഗീകൃത ഷൂട്ടറുടെ സാന്നിധ്യത്തിൽ വെടിവെക്കാമെന്ന 2022 ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പിന്തുടർന്നാണ് നടപടി. ഇപ്പോൾ കേരള സർക്കാരിന്റെയും അതുപോലെ വനംവകുപ്പിന്റെയും ഭാഗത്തുനിന്ന് അതിതീവ്ര യജ്ഞം എന്ന് പറയുന്നൊരു പരിപാടി, പരാതി പരിഹാര പദ്ധതി നടപ്പാക്കുകയാണ്. അത് പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടിയാണ് എല്ലാം നടക്കുന്നത്. അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ നാട്ടിലിറങ്ങി അക്രമം കാണിക്കുന്ന ജീവികളെ, എല്ലാ ജീവികളും ഇല്ല, പന്നിയാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. പന്നിയെ ഷൂട്ടർമാരെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന പദ്ധതി ഇന്നലെ രാത്രിയിൽ നമ്മൾ ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഷൂട്ടർ വെടിവെക്കുകയും പന്നി ഒരു 100 മീറ്ററോളം ഓടി ഇവിടെ അടുത്തുള്ള ഒരു കുളത്തിലേക്ക് വീഴുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം നേതൃത്വം നൽകിയത് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ പഞ്ചായത്ത് മെമ്പർമാരുമാണ്. ഇനിയും ഇത്രയും അക്രമം കൂടുന്ന ഏരിയകളിൽ നമ്മൾ ഈ ഒരു ഡ്രൈവ് നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം 2 വയസ്സ് തോന്നിക്കുന്ന പെൺപന്നിയെയാണ് വെടിവെച്ചു കൊന്നത്. പഞ്ചായത്തിലെ അംഗീകൃത ഷൂട്ടർ ജിജോ കുളങ്കരയുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടി. കൊന്നത്തടി പഞ്ചായത്തിന്റെ 12ാം വാർഡിലെ കാർഷിക മേഖലയിൽ വിളനാശം വരുത്തി വന്നിരുന്ന കാട്ടുപന്നികളിൽ ഒന്നിനെയാണ് വെടിവെച്ചത്. പന്നിയുടെ മൃതദേഹം പിന്നീട് സംസ്കരിച്ചു. വെടികൊണ്ട പന്നി ഏതാനും മീറ്റർ ദൂരം കുതിച്ചാടുകയും സമീപത്തെ കിണറ്റിൽ വീഴുകയും ചെയ്തു. കിണറ്റിൽ നിന്നുയർത്തിയാണ് പന്നിയുടെ മൃതദേഹം സംസ്കരിച്ചത്. വനംവകുപ്പ് ഈ മാസം 16 മുതൽ ഒക്ടോബർ 30 വരെ നടത്തുന്ന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി കൊന്നത്തടി പഞ്ചായത്തിൽ നിന്നും ഹെൽപ്പ് ഡെസ്കുകൾ മുഖേന കാട്ടുപന്നി ശല്യത്തിനെതിരായി പരാതികൾ ലഭിച്ചിരുന്നു. ഈ പരാതികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ നടപടി. ഇടുക്കി വിഷൻ ന്യൂസ്, അടിമാലി.